So when we were at Crockford Bridge Farm, we seen these fishies, and we liked them. They followed our hand, our finger, whenever we touched it, and it would follow us, thinking it would give us food, give them food. ഫിഷ് ഫാമിങ്ങിനെ നമ്മളിവിടെ അക്വാകൾച്ചർ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഷോപ്പിനകത്ത് തന്നെ ഒരു ഏരിയ ഫിഷ് ഫാമിങ്ങിനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഓർണമെൻ്റൽ ആയിട്ടുള്ള ഫിഷസും ഉണ്ട്. ഇത് മാത്രമല്ല, ഇഷ്ടം പോലെ ഇപ്പം ഈ ചിരിച്ചോണ്ട് നടക്കുന്ന ഫിഷ് അതിൽ പെട്ട ഒരെണ്ണമാണ്. അതിൻ്റെ ചുണ്ടൊക്കെ കണ്ടില്ലേ? ഇതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലത്തെ കുറേ ഉണ്ട്. ഇതിനകത്ത് കയറുന്നത് തികച്ചും ഫ്രീ ആണ്. അപ്പം പിള്ളേരെയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറൊരു അത്ഭുത ദ്വീപിലെത്തിയ പോലെയാണ്. നമ്മളിവിടെ അക്വാട്ടിക് സെൻറ്ററിലൊക്കെ അല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ക്യാഷൊക്കെ കൊടുക്കണം. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കാരണം ഇത് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇവരിത് വെച്ചിരിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് പോയി കാണാനും എടുക്കാനും അത് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരാനും പറ്റും. പ്രൈസ് എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ ഏരിയയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പം ഈ ഒരു കളക്ഷൻ, അതായത് ട്രോട്ട്, സാൽമൺ പോലുള്ള വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മൾ ഫിഷ് വാങ്ങിച്ച് കറിയൊക്കെ വെക്കാൻ പറ്റില്ല, അങ്ങനത്തെ ബേബി ഫിഷസ് അതിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്ന് പറയുമ്പോൾ കാണാനായിട്ട്. അപ്പം നമുക്ക് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനും ഒക്കെ സാധിക്കും അതിൻ്റെ മുകളിൽ നെറ്റിലൂടെ. അപ്പം എസ്തറിനും ലോലയ്ക്കും വളരെ ഒരു ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു. ലോലയ്ക്ക് പേടിയാ. എസ്തറിനെ കടിക്കണുണ്ടോ മീനുകൾ? ആ ചെറിയ ബേബി ഫിഷൊക്കെ വലുതായി കഴിയുമ്പം അതൊരു വലിയ ടാങ്കിലേക്ക് മാറ്റും. അത് അപ്പുറത്ത് ഇപ്പം നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം. ഈ ഓരോ ഫിഷിനെയും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരത് നമുക്ക് എടുത്തു തരും. ഒരു വലുത് തന്നെ ഉണ്ട്, വലുത്. We will see again. Bye. Bye.